മലയാളിക്ക് ഓണം എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു ആഘോഷമൊന്നുമല്ല, മറിച്ച് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും പ്രതീകം കൂടിയാണ്. വിപണികൾ സജീവമാകുന്ന, കുടുംബങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്ന, വീട്ടുമുറ്റത്ത് പൂക്കളം തീർക്കുന്ന സുന്ദരമായ നാളുകൾ. എന്നാൽ ജനങ്ങൾ ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് അത് വലിയ ഉത്തരവാദിത്വത്തിന്റെയും അതിലേറെ സങ്കീർണമായ സാമ്പത്തിക പ്രതിസന്ധികളുടെയും കാലഘട്ടം കൂടിയാണ്. കൃത്യസമയത്ത് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കണം, പെൻഷൻ കുടിശ്ശികളെല്ലാം കൊടുത്തു തീർക്കണം, പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകണം, ബോണസും ഉത്സവത്തെയും വിതരണം ചെയ്യണം. അങ്ങനെ ഈ വരുന്ന ഓണച്ചെലവുകൾ മാത്രം മാനേജ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ഏതാണ്ട് ഭീമമായ തുകയാണ് ഇപ്രാവശ്യം ആവശ്യമായി വരുന്നത്. ഇത്രയും വലിയൊരു തുക ചുരുങ്ങിയ കാലയളവിൽ കണ്ടെത്തുക എന്നുള്ളത് ഏതൊരു സർക്കാരിനും വലിയൊരു വെല്ലുവിളി കൂടിയാണ്. ഇതിനായി സർക്കാർ വീണ്ടും കടമെടുപ്പിലേക്ക് തിരിയേണ്ടി വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് മാസങ്ങൾക്കകം തന്നെ ഇത്രയും വലിയ കടമെടുപ്പിലേക്ക് പോകേണ്ടി വരുന്നത്? സർക്കാർ മാറുമ്പോഴെല്ലാം കടമെടുപ്പ് നിത്യസംഭവമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു പുതിയ പ്രവണതയാണോ, അതോ മുൻഗാമികൾ ബാക്കി വെച്ചു പോയ വലിയ സാമ്പത്തിക ബാധ്യതകളുടെയും പിടിപ്പുകേടിൻ്റെയും അനന്തരഫലമാണോ? ഈ വിഷയത്തിൽ ഗൗരവമായ ചില കണക്കുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായി കടമെടുക്കുന്നത് മുതൽ ഓണച്ചെലവുകൾക്കായി വീണ്ടും കടപ്പത്രത്തിലൂടെ കടം കണ്ടെത്താൻ തീരുമാനിച്ചത് വരെയുള്ള അല്ലെങ്കിൽ കടമെടുത്തത് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കടമെടുപ്പ് പരിധിയെക്കുറിച്ചാണ്. കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ആകെ കടമെടുപ്പ് പരിധിയിൽ നിന്നും വലിയൊരു ഭാഗം ഇതിനകം തന്നെ സർക്കാരിന് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി പോലും എത്തുന്നതിന് മുമ്പ് തന്നെ അനുവദിച്ച പരിധിയുടെ ഭൂരിഭാഗവും തീരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളെ അപേക്ഷിച്ച് കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറക്കുകയും ചെയ്തിട്ടുമുണ്ട്. സാമ്പത്തിക പരിധി ഉയർത്തണമെന്ന സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എങ്കിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുകൂടാതെ പണപ്പെരുപ്പം മറികടക്കാൻ ട്രഷറികളിൽ പ്രത്യേക നിക്ഷേപ സമാഹരണം ആരംഭിക്കേണ്ടി വരുന്ന ദുരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. പുതിയ സർക്കാർ ഉയർന്ന പലിശ നൽകി പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കടപ്പത്രത്തിലൂടെ സർക്കാർ പണം കണ്ടെത്തുന്ന രീതി ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് തുല്യം കൂടിയാണ്. എന്നാൽ ഇവിടെ സാധാരണക്കാരും ധനകാര്യ സ്ഥാപനങ്ങളുമാണ് സർക്കാരിന് വായ്പ നൽകുന്നത്. സർക്കാരിന് വലിയ തുക പെൻഷൻ, ശമ്പളം അല്ലെങ്കിൽ മറ്റ് വികസന കാര്യങ്ങൾക്കായി അടിയന്തരമായി ആവശ്യം വരുമ്പോൾ റിസർവ് ബാങ്ക് മുഖേന കടപ്പത്രങ്ങൾ എന്ന ഔദ്യോഗിക പ്രതിജ്ഞാപത്രങ്ങൾ പൊതുവിപണിയിൽ ഇറക്കുന്നുണ്ട്. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, വലിയ നിക്ഷേപകർ എന്നിവർ ഈ പത്രങ്ങൾ വാങ്ങി സർക്കാരിലേക്ക് പണം നൽകും. നിശ്ചിത കാലാവധി കഴിയുമ്പോൾ വാഗ്ദാനം ചെയ്ത പലിശ സഹിതം സർക്കാർ ഈ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുകയും ചെയ്യും. ഇവിടെ പലർക്കുമുള്ള സംശയമാണ്, എന്താണ് ഈ കടപ്പത്രങ്ങൾ എന്നത്? സർക്കാർ എങ്ങനെയാണ് ഇത് തിരിച്ചു നൽകുന്നത് എന്നുള്ളതും. ലളിതമായി പറഞ്ഞാൽ ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നതിന് തുല്യമാണ് ഈ കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി റിസർവ് ബാങ്ക് മുഖേന സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക പ്രതിജ്ഞാപത്രങ്ങളാണ് ഈ കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കടപ്പത്രങ്ങൾ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, വലിയ നിക്ഷേപകർ എന്നിവരാണ് ഇത് വാങ്ങുന്നത്. അങ്ങനെ സമാഹരിക്കുന്ന തുകയും പലിശയും മുതലും സംസ്ഥാനത്ത് ലഭിക്കുന്ന GST, വിൽപ്പന നികുതി, കേന്ദ്ര വിഹിതം എന്നിവയിൽ നിന്നാണ് സർക്കാർ തിരികെ നൽകുന്നത്. ഇവയുടെ തിരിച്ചടവ് റിസർവ് ബാങ്ക് കൃത്യമായി മേൽനോട്ടം നിർവഹിക്കുന്നതിനാൽ നിക്ഷേപകർക്ക് ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ്. പക്ഷേ സർക്കാരിന് നികുതി വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് ഇത്തരം പഴയ കടങ്ങളും പലിശയും വീട്ടാൻ മാറ്റിവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായ ഒരു ചോദ്യം ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് സംസ്ഥാനം ഇത്തരം രൂക്ഷമായ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൂപ്പുകുത്തി എന്നുള്ളത്? പുതിയ ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതിയ വികസന പദ്ധതികളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ്. എന്നാൽ അതിനെല്ലാം തളർത്തുന്ന രീതിയിലാണ് മുൻ സർക്കാരിൻ്റെ സാമ്പത്തിക ദുരന്തങ്ങളും കടുത്ത പിടിപ്പുകേടുകളും പുതിയ സർക്കാരിന് മേൽ നിലനിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ UDF സർക്കാർ, അതായത് VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് 90 ദിവസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും സംസ്ഥാനം വീണ്ടും കടമെടുപ്പിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യം മുൻ സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഒന്നാമതായി ശൂന്യമായ ഖജനാവാണ്. മുൻ സർക്കാർ അധികാരം ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് പൂർണ്ണമായും കാലിയായ അവസ്ഥയായിരുന്നു. എന്നാൽ CPM പറഞ്ഞതായിക്കോട്ടെ, ഞങ്ങളിതാ ഖജനാവ് നിറച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ആലോചിക്കണം, 6000 കോടിയിലധികം കടം വാങ്ങി വെച്ചിട്ടാണ് ഇവർ പറഞ്ഞത് ഞങ്ങളിതാ ഖജനാവ് കുന്നുകൂട്ടി പണം നിറച്ച് വെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത്. സാധാരണയായി കൈമാറ്റം ചെയ്യപ്പെടേണ്ട സാമ്പത്തിക സുരക്ഷിതത്വം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി കുമിഞ്ഞുകൂടിയ കുടിശ്ശികകളാണ്. മുൻ ഭരണകൂടം തങ്ങളുടെ ഭരണകാലത്ത് ജനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളും പദ്ധതി വിഹിതങ്ങളും കൃത്യമായി നൽകാതെ കുടിശ്ശികയായി മാറ്റിവെക്കുകയായിരുന്നു.
പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം മുടങ്ങിക്കിടന്നു. സർക്കാർ ജോലിയിൽ ചെയ്ത കരാറുകാരുടെ കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകൾ മാറാതെ കെട്ടിക്കിടക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിതരണക്കാർക്കും നൽകാനുള്ള തുകകൾ നൽകിയിട്ടുമില്ല. ഈ ഭീമമായ കുടിശ്ശികൾ എല്ലാം തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ തലയിലായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ജനങ്ങൾക്ക് നൽകേണ്ട അടിയന്തര ആനുകൂല്യങ്ങൾ മുടക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ആ പഴയ കുടിശ്ശികൾ തീർക്കാനാണ് പുതിയ സർക്കാർ പ്രധാനമായും കടമെടുക്കാൻ നിർബന്ധിതരാകുന്നത്. മൂന്നാമതായി അനാവശ്യ ധൂർത്തും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുമാണ്. മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ സാമ്പത്തിക അനാസ്ഥയും വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള പരാജയവുമാണ് സംസ്ഥാനത്തിൻ്റെ നട്ടെല്ല് തന്നെ ഒടിച്ചു കളഞ്ഞത്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഗ്രാൻറ്റുകളും നികുതി വിഹിതങ്ങളും കൃത്യമായി നേടിയെടുക്കുന്നതിൽ മുൻ സർക്കാർ കാണിച്ച വീഴ്ചയും സ്വന്തം നിലയ്ക്കുള്ള ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാതിരുന്നതും പ്രതിസന്ധി അതിരൂക്ഷമാം വിധം ഇരട്ടിയാക്കിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ മുൻ സർക്കാർ വരുത്തിവെച്ച ഭീമമായ കടബാധ്യതകളും ഉത്തരവാദിത്തമില്ലായ്മ നികത്താൻ വേണ്ടിയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ കടമെടുപ്പ് പരിധി ഈ രീതിയിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്നും പുതിയ സർക്കാർ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഓണക്കാലത്ത് ജനങ്ങളുടെ കൈകളിൽ പണം എത്തിയില്ല എങ്കിൽ അത് വിപണിയെ തകർക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾക്കിടയിലും ശമ്പളവും പെൻഷനും ഉത്സവത്തെയും എല്ലാം മുടങ്ങാതെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. ഇതൊന്നും കൂടാതെ എല്ലാ സപ്ലൈകോയിലും എല്ലാ മാവേലി സ്റ്റോറുകളിലും എല്ലാ റേഷൻ കടകളിലും ഓണക്കിറ്റുകളടക്കം എത്തിയിട്ടുമുണ്ട്. ഇതുകൂടാതെ ഈ പറഞ്ഞ സിവിൽ സപ്ലൈസ് അടക്കമുള്ള മേഖലകളിൽ, അതായത് ബിവറേജ് കോർപ്പറേഷൻ അടക്കമുള്ള മേഖലകളിലെ എല്ലാവർക്കും ബോണസ് തീരുമാനമാകുന്നു. ഇതുപോലെ തന്നെ ഓണ ദിവസം ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാർക്ക് മുന്നേ 500 രൂപയാണ് നൽകിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ 1000 രൂപ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെ പുതിയ കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തു വരികയാണ്. കടമെടുപ്പ് പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലൊരു മാർഗമല്ല എങ്കിലും മുൻ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ കാലമുണ്ടായ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക വിടവ് നികത്താനും ജനങ്ങളുടെ ഓണാഘോഷം കറുത്തു പോകാതിരിക്കാനും നിലവിലെ ഘട്ടത്തിൽ ഇത്തരം കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുക തന്നെയാണ് സർക്കാരിന് മാർഗമുള്ളത്. അതായത് ഓണം എന്നത് മലയാളികളുടെ ഒരു പ്രതീകം കൂടിയാണ്, സമത്വത്തിൻ്റെ സങ്കല്പമാണ്. ആ സന്തോഷം തല്ലിക്കെടുത്താൻ ഈ സർക്കാരിന് കഴിയില്ല എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മുൻഗാമികൾ വരുത്തിവെച്ച സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ വിലയാണ് ഇന്ന് സംസ്ഥാനം നൽകുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എത്ര തന്നെ ക്യാപ്സൂളുകൾ ഇറക്കിയാലും അത് ഇല്ലാതാവുകയോ മാഞ്ഞു പോവുകയില്ല എന്ന് കൂടി മനസ്സിലാക്കണം. ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനം കൂട്ടുകയും പുതിയ ഉൽപ്പാദന മേഖലകൾ കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ കേരളത്തിന് ഈ കടക്കടിയിൽ നിന്നും പൂർണ്ണമായി കരകയറാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കേരളത്തിൽ ഭാവിയിൽ സുസ്ഥിരമായൊരു വികസന മാതൃക സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ജനകീയ കൂട്ടായ്മകളും സുതാര്യമായ ഭരണ സംവിധാനങ്ങളും അത്യന്താപേക്ഷിതമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ വിഷയം പൊതുസമൂഹവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ ഗൗരവത്തോടെ കാണേണ്ടതുമാണ്.